ഡ്രീമി വൈബ്സ് ബൈ പ്രിയ ആൻഡ് 555 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമേ ഒരു ഹാപ്പിനെസ് പറയട്ടെ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 100 കൂടുതലായി. ഞാൻ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന കാര്യത്തിനായി നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് നമ്മളിതിന് അവർക്ക് ചെയ്തു കൊടുത്തു, അവർ നമുക്ക് അതിനേക്കാൾ നല്ലത് നമുക്ക് തരും എന്ന രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില മനുഷ്യരുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് തന്നെ നിന്നു. എൻ്റെ 100% ലവും കെയറും എല്ലാം കൊടുത്ത് ഞാൻ അടുത്ത് നിന്നു. ആ രീതിയിൽ തന്നെ അവൻ തിരിച്ചെന്നെ സ്നേഹിക്കും, അല്ലെങ്കിൽ അവൾ എന്നെ സ്നേഹിക്കും എന്ന് നിൽക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ ഈ എക്സ്പെക്റ്റേഷൻസ് അവർ നടന്നില്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ സങ്കടമാകും. അവരുടെ ബന്ധങ്ങൾ പോകാൻ വരെ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് മറ്റുള്ളവരിൽ നമുക്കൊരു പരിഗണന കിട്ടുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മളവിടെ തളർന്നു പോകുന്ന മനുഷ്യരെ നമുക്ക് നമ്മുടെ ചുറ്റിനും കാണും. അപ്പോൾ നമ്മുടെ ലൈഫിൽ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം ഈ എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, അതൊരു വേർഡാണ്. പക്ഷേ അതിന് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള വേർഡാണ്. ആ വേർഡിന് നമ്മൾ എന്താ ചെയ്യുക? ഡിലീറ്റ് ചെയ്യുക. നമ്മൾ ഫോണിൽ നമുക്ക് വേണ്ടാത്തൊരു ഫയൽസൊക്കെ ആണെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്തില്ലേ? അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ എക്സ്പെക്റ്റേഷൻ എന്ന വേർഡും അത് ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സും നമ്മൾ ഡിലീറ്റ് ചെയ്യുക. എന്നാൽ നിങ്ങളുടെ ലൈഫിൽ നമുക്ക് ഹാപ്പിനെസ് ആയിട്ട് നിൽക്കാൻ പറ്റും. കാരണം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാതെ കാര്യങ്ങൾ അവർ ചെയ്തു തരുമ്പോൾ നമ്മൾ ആരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് അവർ നല്ലൊരു കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് അത് നമുക്ക് അവരത് ലഭിച്ചില്ലെങ്കിൽ നമ്മളവിടെ തകർന്നു പോകുന്നുമുണ്ട്. അതുകൊണ്ട് ലൈഫിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ എന്ന വേർഡ് നമ്മൾ മറക്കുക, എക്സ്പെക്റ്റ് ചെയ്യാതെ ഇരിക്കുക. കാരണം നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ കീ നമ്മുടെ കയ്യിൽ തന്നെ വെക്കുക. അത് മറ്റുള്ള വ്യക്തിക്ക് കൊണ്ടുപോയി കൊടുക്കരുത്. അത് നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഹാപ്പി ആകേണ്ടത് എപ്പോഴാണെന്ന് നമ്മൾ വേണം തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ കീ ഒരിക്കലും നമ്മൾ വേറൊരു പാർട്ടിക്ക്, അതായത് വേറൊരു വ്യക്തിക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കരുതെന്നാണ് പറയുന്നത്. അത് ശരിയാണ്. ഞാൻ എവിടേക്കോ വായിച്ചൊരു വേർഡാണിത്. അപ്പം ഒരു കോട്ട്സാണിത്. അപ്പം നമ്മൾ എക്സ്പെക്റ്റേഷൻ വേർഡിന് ഇത്രയും പവർഫുൾ ഉണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ എപ്പോഴും കഴിവതും നമ്മൾ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. എന്നാൽ മാത്രം നമുക്കൊരു ഹാപ്പിനെസ് ആയിട്ട് നമുക്ക് എന്നും ഒരുപോലെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. ഇനി എക്സ്പെക്റ്റേഷൻ അവോയ്ഡ് ചെയ്യുക, അതുപോലെയുള്ള അക്സെപ്റ്റൻസ് നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യുക. അതായത് നമ്മുടെ ലൈഫിലൊരു ഹാപ്പിനെസ് ആയിട്ട് നിൽക്കാൻ പറ്റും നമ്മൾ ഒരു അക്സെപ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ആക്ട് ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യുക. ആക്ട് ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവർ അങ്ങനെയാണ് എന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഇപ്പം നമ്മുടെ അടുത്തൊരു വ്യക്തി വന്ന് പറയുക, നിന്നെപ്പറ്റി അവൾ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ അവൻ കുറ്റം പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം അവരുടെ നേച്ചർ അങ്ങനെയാണ്. അത് നമ്മൾ ചെന്ന് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അവരുടെ നേച്ചർ അങ്ങനെയാണ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ മൈൻഡിൽ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ കാര്യങ്ങൾ